അവിക, ആ കീ ഇങ്ങ് തന്നെ. അപ്പോ നിനക്ക് ഉമ്മ വേണ്ടേ? എനിക്കാദ്യം ആ കീയാ കിട്ടേണ്ടത്. അത് ഞാൻ കളഞ്ഞു എന്നുള്ള അവളുടെ പറച്ചിൽ കേട്ട് അവൻ്റെ മുഖം ചുളിഞ്ഞു. അവിക, കളിക്കല്ലേ. ഉമ്മ വേണേ തരാം, പക്ഷേ കീ തരില്ല. വി കുസൃതി ചിരിയോടെ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവിക, ആ കീ ഇങ്ങെടുക്കാൻ. പറഞ്ഞല്ലോ, അത് ഞാൻ കളഞ്ഞു. അവളുടെ മറുപടി കേട്ടതും യുവയുടെ മുഖം ചുളിഞ്ഞു. അത്രയും പറഞ്ഞതും യുവയുടെ ക്ഷമ തീർന്നു. താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പോലും സമയം കിട്ടുന്നതിന് മുൻപ് അവൻ അവളുടെ മേലെ അമർന്നു. പെട്ടെന്നുള്ള അവൻ്റെ നീക്കത്തിൽ അവയൊന്ന് വിറച്ചുപോയി. യുവി, നീ എന്തായി കാണിക്കുന്നേ? മാറങ്ങോട്ട്. എന്തൊരു മുടിഞ്ഞ വെയിറ്റാ നിനക്ക്. അയ്യോ അമ്മേ. കീ എവിടെ? അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ തന്നെ പതിഞ്ഞിരുന്നു. അവ ഒന്നും അറിയാത്തതുപോലെ അവനെ നോക്കി. എന്ത് കീ? ഡി, ആ കീ ഇങ്ങെടുക്കാൻ. എൻ്റെ കയ്യിലെ ഒരു കീയും ഇല്ല. ദേവിക, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. അവൾ മറുപടി പറയാതെ അവനെ നോക്കി നിന്നു. എന്നാ പിന്നെ അവിക എന്നുള്ള ഈ വിളി മാറ്റി അല്പം സോഫ്റ്റായി റൊമാൻറ്റിക്കായി മോളെ എന്നൊന്ന് വിളിച്ചേ, ഞാനൊന്ന് കേൾക്കട്ടെ. ഒരു നിമിഷം യുവയുടെ മുഖത്തെ ദേഷ്യം പതുക്കെ കുസൃതിച്ചിരിയായി മാറി. അവൻ അവളുടെ കാതിനരികിലേക്ക് മുഖമടിപ്പിച്ചു. ഡി പുന്നാര മോളെ. അവൻ്റെ ശബ്ദം ഇത്തവണ വളരെ മൃദുവായിരുന്നു. കളിക്കാതെ നീ ആ കീങ്ങുതാ. അവൻ്റെ ചൂടുള്ള ശ്വാസം കാതിൽ തട്ടിയപ്പോൾ അവയുടെ ശരീരത്തിലൂടെ ഒരു നേരിയ വിറയൽ കടന്നുപോയി. പക്ഷെ അവൾ അത് മറച്ചു വെച്ച് ചിരിച്ചു. കെട്ടില്ല. ഉറപ്പാണോ? യുവ അവളുടെ കണ്ണിലേക്ക് നോക്കി. എന്നാ അതെവിടെയാണെന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അവയുടെ കണ്ണുകൾ ഒരു നിമിഷം വെട്ടി തുറന്നു. അവൾ ഒന്നും പറയാതെ പതുക്കെ തൻ്റെ കൈ പിന്നിലേക്ക് നീട്ടി, തലയണയുടെ അടിയിലേക്ക്. ആ ചെറിയ ചലനം യുവയുടെ കണ്ണിൽ പെട്ടു. അവൻ്റെ ചുണ്ടിൽ വിജയിച്ചെന്ന ഭാവത്തിലുള്ള പുഞ്ചിരി വിരിഞ്ഞു. അവൻ പെട്ടെന്ന് തലയണയിലേക്ക് കൈ നീട്ടി. പക്ഷെ യുവയുടെ വിരലുകൾ അവിടെ എത്തുന്നതിന് മുൻപ് അവയ്ക്ക് ഈ കൈക്കുള്ളിൽ ഒളിപ്പിച്ചു കഴിഞ്ഞിരുന്നു. കിട്ടിയില്ലല്ലോ. അവൾ വിജയിച്ചെന്ന ഭാവത്തിൽ ചിരിച്ചു. അവിക. യുവ അവളുടെ കൈയിലേക്ക് നോക്കി. കൈ തുറക്ക്. ഇല്ല. കീ താ. തരില്ല. അവൻ അവളുടെ കൈ പതുക്കെ പിടിക്കാൻ ശ്രമിച്ചു. അവി തൻ്റെ കൈ പിൻവലിച്ച് അവനെ കബളിപ്പിക്കാൻ ശ്രമിച്ചു. തരില്ലെന്ന് പറഞ്ഞല്ലോ, പിന്നെന്തിനാ? യുവ അവളുടെ കൈ വീണ്ടും പിടിച്ചു. അവിക, ഇനി എൻ്റെ ക്ഷമയെ പരീക്ഷിക്കല്ലേ. എങ്കിൽ നീ തോറ്റൂന്ന് സമ്മതിക്ക്, എന്നാ തരാം. ഞാൻ തോറ്റിട്ടില്ല. എങ്കിൽ കീയും കിട്ടില്ല. അവൾ പെട്ടെന്ന് കൈ പിൻവലിച്ചു. അടുത്ത നിമിഷം യുവ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് അവി ആ ചെറിയ കീ തൻ്റെ ബ്ലൗസിനുള്ളിലേക്ക് ഒളിപ്പിച്ചു. യുവയുടെ കൈ അവിടെ തന്നെ നിശ്ചലമായി. ഒരു നിമിഷം അവൻ അവളെ നോക്കി നിന്നു. അവിയുടെ മുഖത്ത് വിജയിച്ചെന്ന കുസൃതിച്ചിരി. യുവ പതുക്കെ കണ്ണുകൾ ചുരുക്കി. അവിക. അവൻ്റെ ശബ്ദത്തിൽ ഇത്തവണ ദേഷ്യവും അമ്പരപ്പവും ഒരുമിച്ചുണ്ടായിരുന്നു. അവി ചിരി അടക്കിക്കൊണ്ട് പറഞ്ഞു. ഇനി എന്തെയും? യുവി, നീ തോറ്റെന്ന് സമ്മതിച്ചാൽ ഞാൻ കീ തരാം. യുവ ഒന്നും പറഞ്ഞില്ല. അവൻ അവളെ കുറച്ചു നേരം നോക്കി നിന്നു. പിന്നെ ചുണ്ടിൻ്റെ കോണിൽ പതുക്കെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ശരി, അവൻ വളരെ ശാന്തമായി പറഞ്ഞു. യുവയുടെ ചുണ്ടിൽ ഒരു തരം ചിരി വിരിഞ്ഞു. അവയുടെ ഹൃദയമിടിപ്പ് അറിയാതെ ഒന്ന് കൂടിയിരുന്നു. അടുത്ത നിമിഷം അവൻ്റെ കൈ അവളുടെ സാരിക്കുള്ളിലൂടെ സഞ്ചരിച്ചു അവളുടെ വയറിൽ പതിഞ്ഞതും അവയുടെ ഉള്ളിൽ ചെറിയൊരു ഭയവും ഒപ്പം പറഞ്ഞറിയിക്കാനാകാത്തൊരു വിറയലും ഒരുപോലെ പടർന്നു കയറി. യുവയുടെ വിരലുകൾ സാരിക്കുള്ളിലൂടെ പതുക്കെ മുകളിലോട്ട് നീങ്ങിയപ്പോൾ അവൾ അറിയാതെ കണ്ണുകൾ മുറുകെ അടച്ചു. യുവ, വേണ്ടാട്ടോ, കൈമാറ്റ്. അവൾ ശബ്ദം താഴ്ത്തി വിറയ്ക്കുന്ന ചുണ്ടുകളോട് പറഞ്ഞു. എന്നാൽ യുവയുടെ മുഖത്തെ കുസൃതി മാറിയിരുന്നില്ല. അവൻ്റെ കണ്ണുകളിൽ വല്ലായ്മയല്ല, മറിച്ച് തന്നിലേക്ക് കൂടുതൽ അടുക്കുന്ന അവളോടുള്ള അടങ്ങാത്ത പ്രണയവും വാത്സല്യവുമായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് ഒന്നുകൂടി താഴ്ന്നു. അവളുടെ മുഖത്തേക്ക് പതുക്കെ ഊതിക്കൊണ്ട് അവൻ അവളുടെ കാതോരം ചോദിച്ചു. ഇപ്പോഴും വാശി തീർന്നില്ലേ? യുവി, നീ മോശാട്ടോ, ഭയങ്കര മോശ. അവൻ്റെ ചുണ്ടിൽ
ഒരു ചിരി വിരിഞ്ഞു. എന്നാ ആ കീങ്ങതാ. തരില്ല. എങ്കിലേ ഞാനേ ഇതങ്ങ് എടുക്കുക. അവളുടെ അരഞ്ഞാണതിൽ വിരൽ ചുഴറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൻ്റെ വിരലുകൾ അവളുടെ അരഞ്ഞാണത്തിൽ തട്ടിയതും അവളുടെ നെഞ്ചെടുപ്പ് നിലയ്ക്കുന്നത് പോലെ തോന്നി. കണ്ണുകൾ തുറക്കാൻ പോലും കഴിയാതവൾ അവൻ്റെ കറുത്ത ഷർട്ടിൽ ഇറുകെ പിടിച്ചു. യുവി വേണ്ട, അവൾ യാചനയുടെ സ്വരത്തിൽ പറഞ്ഞു. എന്നാൽ അവൻ അവളുടെ യാചനയൊന്നും കേട്ടതേയില്ല. അവൻ്റെ വിരലുകളുടെ ചെറിയൊരു അമർത്തലിൽ ആ നേർത്തരഞ്ഞാണം ഒടിഞ്ഞു. ആ നിമിഷം അവൻ്റെ വിരൽത്തുമ്പുകൾ അവളുടെ വയറിൻ്റെ മൃദുവായ വടിവുകളിലൂടെ പതുക്കെ താഴെ കുഴിഞ്ഞിറങ്ങി. സാരിത്തുമ്പിൻ്റെ മറവിലൂടെ അവൻ്റെ വിരൽ അവളുടെ പൊക്കിൽ ചുഴിയിൽ അറിയാതെ തൊട്ടതും ശരീരം മുഴുവൻ ഒരു മിന്നൽ പിണർ പാഞ്ഞു പോയതുപോലെ അവയൊന്ന് പിടഞ്ഞുപോയി. അവൻ്റെ ആ പ്രവൃത്തി മനഃപൂർവ്വമായിരുന്നില്ല. ആ നിമിഷം അവൻ്റെ ഹൃദയവും ഒന്ന് വിറച്ചു. അവളുടെ വയറിലെ ആ ചെറുചൂട് അവനെ പൂർണ്ണമായും ഒരു മാന്ത്രിക ലോകത്തേക്ക് എത്തിച്ചു. അവളുടെ കണ്ണിലേക്ക് നോട്ടമറിഞ്ഞ് സാരിത്തുമ്പിൻ്റെ മറവിൽ പട്ടുപോലെയുള്ള അവളുടെ ഉദരത്തിൽ തൊട്ടറിഞ്ഞപ്പോൾ വിരൽത്തുമ്പുകൾക്ക് കീഴെ ആ ഉദരത്തിൻ്റെ രൂപഭംഗി അവൻ വ്യക്തമായി തിരിച്ചറിഞ്ഞു. കണ്ണുകൾ കൊണ്ട് കാണാതെ വെറും സ്പർശനത്തിലൂടെ മാത്രം ആ വയറിൻ്റെ മൃദുത്വവും വടിവുകളും അനുഭവിച്ചറിഞ്ഞപ്പോൾ അവൻ്റെ സിരകളിൽ തീ പടരുന്നത് പോലെ തോന്നി. വെണ്ണ പോലെ മിനുസമുള്ള ആ വയറിൻ്റെ മധ്യഭാഗത്തായി വിരിഞ്ഞു നിൽക്കുന്ന പൊക്കിൽ ചുഴിയിലേക്ക് വിരലാഴുന്ന ആ നിമിഷം അവളിൽ നിന്നുള്ള നേർത്തൊരു പിടച്ചിലും ചൂടുള്ള ശ്വാസവും അവൻ്റെ വിരൽത്തുമ്പുകളെ തൊട്ടുണർത്തി. കാഴ്ചയുടെ അനുഭൂതിയേക്കാൾ എത്രയോ തീവ്രമായിരുന്നു ആ സ്പർശനം നൽകിയ ലഹരി. അവൾ കണ്ണുകൾ കൂടുതൽ മുറുകെ അടച്ചവൻ്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി. അവളുടെ ചൂടുള്ള ശ്വാസം അവൻ്റെ നെഞ്ചിൽ ആഞ്ഞടിക്കുന്നത് യുവ അറിഞ്ഞു. അവൻ അവളുടെ കാതോരം അതരങ്ങൾ അടുപ്പിച്ചു. കൂടുതൽ മൃദുവായി ചോദിച്ചു, ഇപ്പോഴും വാശി മാറിയില്ലേ? അവൾ ഞെട്ടിപ്പോയി. യുവി, ഇത് നീ എന്തായി കാണിച്ചേ? അവൾ വിറയ്ക്കുന്ന കൈയോടെ അവൻ്റെ നെഞ്ചിൽ തള്ളി മാറ്റാൻ നോക്കിയെങ്കിലും അവളുടെ ആ ശക്തിയേക്കാൾ എത്രയോ മടങ്ങ് ദൃഢമായിരുന്നു ആ നിമിഷം യുവയുടെ പിടി. അവൻ അവളുടെ ഇരു കൈകളും പതുക്കെ പിടിച്ച് തലയണയോട് ചേർത്ത് അമർത്തി പിടിച്ചു. അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന ചിതറിയ മുടിയിഴകൾ ഒന്ന് ഊതിക്കൊണ്ടവൻ ഒതുക്കിക്കൊടുത്തു. അവൻ്റെ മുഖത്ത് കുസൃതിയേക്കാൾ ഉപരി സ്വന്തമാക്കലിൻ്റെ ഭാവമായിരുന്നു. ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ പതിയെ താഴേക്ക് സഞ്ചരിച്ചു. സാരി അവളുടെ വയറിൽ നിന്നും സ്ഥാനം മാറി കിടപ്പുണ്ട്. ഇതുവരെ തൻ്റെ വിരൽത്തുമ്പുകൾ മാത്രം തൊട്ടറിഞ്ഞ ആ മാസ്മരിക സൗന്ദര്യം അവൻ ആദ്യമായി കൺകുളിർക്കെ കണ്ടറിഞ്ഞു. വെണ്ണ പോലെ തിളങ്ങി നിൽക്കുന്ന ആ വയറിൻ്റെ വടിവുകളും അതിൻ്റെ മധ്യത്തിലായി വിരിഞ്ഞു നിൽക്കുന്ന ആഴമുള്ള പൊക്കിൽ ചുഴിയും മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ കൂടുതൽ മനോഹരമായി തോന്നി. കണ്ണുകൾ കൊണ്ട് ആ കാഴ്ചയിലേക്ക് നോക്കി നിൽക്കെ അവനിൽ അടങ്ങാത്തൊരു ലഹരി പടർന്നു കയറി. ആ ദൃശ്യത്തിൻ്റെ മാസ്മരികതയിൽ ഒരു നിമിഷം അവൻ അനങ്ങാതെ നോക്കി നിന്നുപോയി. പെട്ടെന്ന് ബോധം വീണതുപോലെ അവൻ അവളുടെ വയറിൽ നിന്നും നോട്ടം മാറ്റി തൻ്റെ കയ്യിലിരുന്ന ആ നേർത്തരഞ്ഞാണം പതുക്കെ അവൻ വലിച്ചെടുത്തു. അവൾ ലജ്ജയും ദേഷ്യവും കൊണ്ട് മുഖം വെട്ടിച്ചു. കവിളുകൾ രണ്ടും തുടുത്തു വന്നു. അവൾ കണ്ണുകൾ ഇറുക്കിയടച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ ഇവയുടെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. അവൻ അവളുടെ കാതോരം വീണ്ടും ചുണ്ടടിപ്പിച്ചു. ഇനി ആ കീ എനിക്ക് തരുന്നോ അതോ ബാക്കി കൂടി ഞാൻ ചെയ്യണോ? അവൻ്റെ സ്വരം കൂടുതൽ പതുക്കെയും എന്നാൽ ആഴമുള്ളതുമായി മാറി. അവൻ്റെ ആ ചോദ്യം കേട്ടതും അവയ്ക്ക് നാണം കൊണ്ട് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. അവൾ കണ്ണുകൾ തുറന്ന് കൊതിയോടെയും എന്നാൽ പിണക്കത്തോടെയും അവനെ നോക്കി. നീ വഷളനാ, താനി വഷളൻ. അതും പറഞ്ഞവൾ അവനെ ബെഡിലേക്ക് തള്ളിയിട്ടു. അവൾ ബെഡിൽ നിന്നും ധൃതിയിൽ എഴുന്നേറ്റിരുന്നു. സ്ഥാനം മാറിക്കിടക്കുന്ന തൻ്റെ സാരി നേരെയാക്കി അവനെ കോർപ്പിച്ചു നോക്കി. അവൻ ബെഡിൽ മലർന്നു കിടന്ന് തൻ്റെ കൈ കിടക്കുന്ന അവളുടെ അരഞ്ഞാണത്തിനെ അവൾക്ക് നേരെ ഉയർത്തിപ്പിടിച്ചു. അവൾ ആ അരഞ്ഞാണത്തിന് വേണ്ടി കൈ നീട്ടിയതും അവനതെടുത്ത് തൻ്റെ പോക്കറ്റിലിട്ടു. ഒപ്പം അവളുടെ കാതോരം എന്തോ പറഞ്ഞതും അവൾ അവനെ ബെഡിലേക്ക് പിടിച്ചു തള്ളി. വൃത്തികെട്ടവൻ. ആ നേരത്താണ് ഡോറിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടത്. ശബ്ദം കേട്ടതും ഇരുവരും ഒരുപോലെ ഞെട്ടി. എന്നെ കുടുക്കാനുള്ള വല്ല പരിപാടിയാണോ എന്ന സംശയത്തോടെ യുവ അവളെ നോക്കി. അവയുടെ മുഖത്തും ഒരു നിമിഷം പരിഭ്രമം നിറഞ്ഞു. പക്ഷെ അടുത്ത നിമിഷം ഒന്നും അറിയാത്ത ഭാവത്തിൽ അവൾ തലയാട്ടി. യുവി, നീ പോയി വേഗം ഡ്രസ്സിംഗ് റൂമിൽ ഒളിച്ചോ? അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞതും യുവ സംശയത്തോടെ അവളെ നോക്കി. എന്താ? ഒന്ന് പെട്ടെന്ന് പോയി ഒളിക്കൂ യുവി.
അവൾ കണ്ണുരുട്ടിയതോടെ കൂടുതൽ ചോദ്യം ചെയ്യാതെ യുവ ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. അവ ആഴത്തിലൊരു ശ്വാസമെടുത്ത് ഡോറിനരികിലേക്ക് നടന്നതും ഡോറിൻ്റെ കുറ്റിയെടുത്ത് വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതോടെ അവളുടെ മുഖത്തെ ഭാവം മാറി. വിക്രമായിരുന്നു അത്. മോള് ഉറങ്ങിയില്ലേ എന്നുള്ള അയാളുടെ ചോദ്യം കേട്ട് അവയുടെ ഹൃദയം ഒരു നിമിഷം ശക്തമായി മിടിച്ചു. ഉറങ്ങാൻ പോവായിരുന്നു. എന്താ അച്ഛാ? അവൾ സ്വാഭാവികമായി പെരുമാറാൻ ശ്രമിച്ചു. ഹേയ്, ഒന്നുമില്ല മോളെ, അച്ഛൻ വെറുതെ ഒന്ന് വന്നതാ. വിക്രം മകളെ നോക്കി പുഞ്ചിരിച്ചു. മോളെ, വിഷ പറഞ്ഞു നീ ഗാർഡ്സിനോട് അലേർട്ടായിരിക്കാൻ പറഞ്ഞിരുന്നോന്ന്. എന്തെങ്കിലും സീരിയസ് ഇഷ്യൂ ഉണ്ടോ? ആ ചോദ്യം കേട്ടതും അവികയുടെ മനസ്സിലൂടെ ഒരു ചിന്ത മിന്നിപ്പാഞ്ഞു. അവളുടെ ചുണ്ടിൽ പതിയൊരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. അച്ഛാ, അത് പിന്നെ അവൾ മനഃപൂർവ്വം ഒന്ന് മടിച്ചു. കുറച്ച് ദിവസമായി ഏതോ ഒരുത്തൻ എന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ട്. ഞാനവരെ സ്നേഹിക്കണം പോലും. ഞാൻ നോ പറഞ്ഞപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അവൾ ശബ്ദത്തിൽ ചെറിയൊരു പേടി കലർത്തി. എന്നെ കൊല്ലുമെന്നൊക്കെയാണ് അവന് പറയുന്നത്. അതുകൊണ്ട് ചെറിയൊരു പേടി. അവൾ വിക്രമിനെ നോക്കി. അച്ഛാ, എനിക്ക് കുറച്ച് ദിവസത്തേക്കൊരു സെക്യൂരിറ്റി വേണമായിരുന്നു. അവിക പറഞ്ഞത് കേട്ടതും വിക്രമിൻ്റെ മുഖത്ത് നേരിയ ഭയം തെളിഞ്ഞു. മോളെ, ആരാവൻ? അയാളുടെ ശബ്ദത്തിൽ പെട്ടെന്ന് ഗൗരവം നിറഞ്ഞു. അവനെ ഞാൻ തീർക്കുന്നുണ്ട്. അവിക ഉടനെ അയാളുടെ കയ്യിൽ പിടിച്ചു. അയ്യോ അച്ഛാ, അച്ഛൻ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തൽക്കാലം എനിക്കൊരു സെക്യൂരിറ്റി മതി. ഇനിയും അയാൾ എന്നെ ബുദ്ധിമുട്ടിച്ചാൽ ഞാൻ അച്ഛനോട് പറയാം. അവളുടെ വാക്കുകൾ കേട്ട് വിക്രം കുറച്ച് ശാന്തനായി. ശരി മോളെ, വിഷു നാളെ മുതൽ നിന്റെ കൂടെ ഉണ്ടാവും. അയ്യോ, വിഷു വേണ്ട അച്ഛാ, അവിക പെട്ടെന്ന് പറഞ്ഞു. വിശ്വ അച്ഛൻ്റെ ഗാർഡല്ലേ. എനിക്ക് യുവയോ അർജുനോ അവരിൽ ആരെങ്കിലും മതിയാവും. പുറത്ത് കേൾക്കുന്നവർക്ക് രണ്ടുപേരുടെയും പേരുകൾ ഒരുപോലെ പറഞ്ഞതാണെന്ന് തോന്നുമെങ്കിലും അവളുടെ മനസ്സിലപ്പോൾ ഒരേ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, യുവ. വിക്രം ഒരു നിമിഷം ആലോചിച്ചു. എന്നാൽ പിന്നെ യുവ തന്നെ ആയിക്കോട്ടെ, ഞാൻ അവരോട് പറയാം. അവയുടെ ഉള്ളിൽ ചെറിയ വിജയപുഞ്ചിരി വിരിഞ്ഞു. ശരി അച്ഛാ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മോളെ. പോകുന്നതിന് മുൻപ് വിക്രം സ്നേഹത്തോടെ അവളുടെ കവിളിൽ ഒന്ന് തട്ടി. അയാൾ തിരിഞ്ഞു നടന്നു പോകുന്നതും അവ വേഗം വാതിലടച്ചു കുറ്റിയിട്ടു. ഒരു നിമിഷം അവൾ ഡോറിൽ ചാരി നിന്നു. വിക്രം പോയെന്ന് ഉറപ്പായതോടെ അവൾ പതിയെ തിരിഞ്ഞു. അപ്പോഴേക്കും ഡ്രസ്സിംഗ് റൂമിൻ്റെ വാതിൽ തുറന്ന യുവ പുറത്തേക്ക് വന്നിരുന്നു. അവൻ നേരെ അവയെ നോക്കി കൂർപ്പിച്ചൊരു നോട്ടം. ആ നോട്ടം പതിഞ്ഞതും അവയുടെ ചുണ്ടിലെ പുഞ്ചിരി പതിയെ മാഞ്ഞു. വിക്രമും താനും തമ്മിൽ നടന്ന സംഭാഷണത്തിലെ ഓരോ വാക്കും യുവ കേട്ടിട്ടുണ്ടെന്ന് ആ ഒറ്റ നോട്ടം തന്നെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അവിക പതിയെ കണ്ണുകൾ മാറ്റി. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഒന്നും അറിയാത്ത ഭാവത്തിൽ അവൾ ചോദിച്ചു. യുവ മറുപടിയൊന്നും പറഞ്ഞില്ല. കൈകൾ നെഞ്ചിൽ പിണച്ചുകൊണ്ട് അവളെ തന്നെ നോക്കി അവിടെ തന്നെ നിന്നു. എൻ്റെ പട്ടി വരും നിന്റെ ഗാർഡായിട്ട്. യുവയുടെ വാക്കുകൾ കേട്ടതും അവിക കണ്ണുകൾ വലുതാക്കി അവനെ നോക്കി. എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? അവൻ വീണ്ടും അതേ ഗൗരവത്തോടെ ചോദിച്ചു. ഒരു നിമിഷം ഇരുവരും പരസ്പരം നോക്കി നിന്നു. പിന്നെ ഞാൻ പോകുന്നു, അത്രയും പറഞ്ഞ് യുവ തിരിഞ്ഞു വാതിലിനരികിലേക്ക് നടന്നു. മുന്നോട്ട് പോയ ശേഷം അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. കോപ്പ്, ഈ വേഷം കെട്ടി നിന്നില്ലായിരുന്നെങ്കിലേ ആ കീ എടുക്കാനുള്ള ഐഡിയ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഗാന്ധർവ മൂവിയെ ഞാനും കണ്ടതാ. ഇതിപ്പോൾ അതിനും പറ്റില്ലല്ലോ. ഇനിയെങ്ങാനും അവന് പൊക്കിയാലോ? പറയാൻ പറ്റില്ല എന്ന ഭാവത്തിൽ അവി തൻ്റെ സാരി കൂട്ടിപ്പിടിച്ചു നിന്നുപോയി. വാക്ക് പറഞ്ഞാലേ വാക്കായിരിക്കണം. എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, മെഷീൻ ഗൺ. ഇതിപ്പോൾ ഉമ്മയും കിട്ടിയില്ല, കീയും കിട്ടിയില്ല, ഒരു തേങ്ങയും കിട്ടിയില്ല. പിറപിറുത്തുകൊണ്ട് യുവ വീണ്ടും വാതിലിനരികിലേക്ക് നടന്നു. അവൻ തന്നെ കളിയാക്കിയതാണെന്ന് മനസ്സിലായതും അവയ്ക്ക് സഹിച്ചില്ല. മാനം പോയാലും വാഷ് ജയിക്കണം, അതായിരുന്നു അവയുടെ പോളിസി. അല്ല പിന്നെ. അവിക ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. അവൻ വാതിലിലെത്തും മുൻപ് തന്നെ പെട്ടെന്ന് അവൻ്റെ മുന്നിൽ കയറി നിന്നു. യുവ ഒന്ന് ഞെട്ടി അവളെ നോക്കി. എന്താ? അവിക മറുപടി പറഞ്ഞില്ല. അടുത്ത നിമിഷം അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് അവനെ തന്നിലേക്ക് വലിച്ചടിപ്പിച്ചു. യുവയുടെ കണ്ണുകളിൽ അത്ഭുതം തെളിഞ്ഞു. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം എന്ന് പറഞ്ഞത് നീ തന്നെയല്ലേ? അവൾ പതിയെ പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ വാശിയോടൊപ്പം ഒരു കുസൃതി ചിരിയും വിരിഞ്ഞിരുന്നു. എന്ത് വാക്ക്? കാര്യം വ്യക്തമായി മനസ്സിലായിരുന്നിട്ടും ഒന്നും അറിയാത്തതുപോലെ യുവ ചോദിച്ചു. അവിക ചുണ്ടുകൾ പിണച്ചു. ഉമ്മ തരാന്ന് പറഞ്ഞില്ലേ?
അത് കേട്ടതും യുവയുടെ ചുണ്ടിൻ്റെ കോണിൽ പതിയെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾക്ക് ആ പുഞ്ചിരി കാണാൻ പോലും സമയം കിട്ടിയില്ല. അടുത്ത നിമിഷം അവളുടെ ചുണ്ടുകൾ അവൻ്റെ അധരങ്ങളിൽ പതിഞ്ഞിരുന്നു. യുവയുടെ കണ്ണുകൾ ഒരു നിമിഷം വിടർന്നു. അവളുടെ ഭാഗത്തു നിന്നുള്ള ആ പ്രതീക്ഷിത നീക്കം അവനെ പൂർണ്ണമായും നിശ്ചലനാക്കി. പക്ഷെ ആ സ്തംഭനം അധിക നേരം നീണ്ടു നിന്നില്ല. അടുത്ത നിമിഷം അവനും ആ ചുംബനത്തിൻ്റെ മാധുര്യത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. അവൻ്റെ കൈകൾ പതിയെ അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചു അവളെ കൂടുതൽ തന്നിലേക്ക് അടുപ്പിച്ചു. ഒരു നിമിഷം മുമ്പുണ്ടായിരുന്ന പരിഭവങ്ങളും വാശികളും ആ ചുംബനത്തിൽ എവിടെയോ അലിഞ്ഞു പോയിരുന്നു. അവിടെ ദേഷ്യമില്ലായിരുന്നു, വാശിയില്ലായിരുന്നു, പരാതികളില്ലായിരുന്നു. ഉണ്ടായിരുന്നത് ഒന്നു മാത്രം, പരസ്പരം മറച്ചു വെക്കാൻ കഴിയാത്തത്ര ആഴത്തിലുള്ള പ്രണയം. വാക്കുകൾക്ക് പറയാനാകാത്തത് ആ നിമിഷം അവരുടെ ഹൃദയങ്ങൾ പരസ്പരം പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ നിമിഷം അവർക്ക് മാത്രം സ്വന്തമായിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ശ്വാസം വിലങ്ങും എന്നായതും അവൾ പതുക്കെ അവനിൽ നിന്ന് മുഖം മാറ്റി. അവളുടെ കവിളുകൾ നാണം കൊണ്ട് തുടുത്തു കഴിഞ്ഞിരുന്നു. ശ്വാസം എടുത്തുകൊണ്ട് അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. അവൻ്റെ ചുണ്ടിൽ ഒരു വിജയിച്ച പുഞ്ചിരി തെളിഞ്ഞു. എൻ്റെ ഭാര്യ എനിക്ക് തരേണ്ട ആദ്യ കിസ്സാ നീ ഇപ്പോൾ എനിക്ക് തന്നത്. അവൻ ചുണ്ടുകൾ കൈവിരലുകൾ കൊണ്ട് പതുക്കെ തുടച്ചു. പിന്നെ അവളെ നോക്കി ഒരു കുസൃത ചിരിയോട് പറഞ്ഞു, പാവ എൻ്റെ ഭാര്യ, ഈ സെക്കൻഡ് ഹാൻഡിനെയാണല്ലോ അവൾക്ക് വിധിച്ചത്. അത്രയും കേട്ടതും അവയുടെ മുഖം ചുവന്നു. അടുത്ത നിമിഷം അവൾ അവനെ ബെഡിലേക്ക് പിടിച്ചു തള്ളി. അപ്രതീക്ഷിതമായ ആ നീക്കത്തിൽ യുവ പിന്നിലേക്ക് മലർന്ന് ബെഡിലേക്ക് വീണു. അവൾ അവൻ്റെ ഇരുവശത്തായി കൈകൾ കുത്തി അവന് മുകളിലായി നിന്നു. കണ്ണുകളിൽ ദേഷ്യവും ചുണ്ടുകളിൽ അടക്കാനാവാത്തൊരു അവകാശഭാവവും. ഇനിയെങ്ങാനും വേറൊരുത്തിയെ ഓർത്തിട്ട് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ, അവൾ അവൻ്റെ കണ്ണിലേക്ക് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, നിന്റെ ഭാര്യ അത് ഞാനാ. ആ അവകാശത്തിൽ തന്നെയാ ഈ കിസ്സും തന്നത്. അവളുടെ ശബ്ദത്തിൽ ദേഷ്യമുണ്ടായിരുന്നുവെങ്കിലും അതിനുള്ളിൽ ഒളിച്ചിരുന്ന വികാരം യുവയ്ക്ക് വ്യക്തമായി മനസ്സിലായി. നീ നേരത്തെ എന്താ ചെയ്തതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? നീ എൻ്റെ എവിടേക്കാ തൊട്ടെ? എന്നിട്ടും അവൻ പറയുന്നത് കേട്ടില്ലേ? അവൾ വാക്കുകൾക്ക് ഭാരം കൊടുത്തുകൊണ്ട് പറഞ്ഞു. യുവയുടെ ചുണ്ടിൽ പതിയെ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഈ കളി തുടങ്ങി വെച്ചത് നീയല്ല അവിക, എന്നിട്ടിപ്പോൾ കുറ്റം മുഴുവൻ എനിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കൈകളിൽ പിടിച്ച് പെട്ടെന്ന് തന്നെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. അവിക അവൻ്റെ നെഞ്ചിൽ വീണതും ഒരു നിമിഷം അവളുടെ വാക്കുകൾ മുറിഞ്ഞു. ശരിയാ, ഞാൻ തന്നെയാ തുടങ്ങിയത്. അവൾ പതിയെ തല ഉയർത്തി അവനെ നോക്കി. ഞാനീ കാണിക്കുന്നതിനൊക്കെയും എൻ്റെ മുന്നിൽ ഒരു ഉത്തരമുണ്ട്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിന്നെ മാത്രമായിരിക്കും ഞാൻ വിവാഹം കഴിക്കുക. അവളുടെ ശബ്ദം ഇത്തവണ നേർത്തിരുന്നു. പക്ഷെ യുവി, നീ അങ്ങനെയാണോ ചെയ്യുന്നത്? പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. അവളുടെ വാക്കുകൾ കേട്ട് യുവ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ പരിഹാസത്തിൻ്റെ നേരിയ നിഴലുണ്ടായിരുന്നു. അപ്പോ നീയോ? അവികയുടെ മുഖത്തെ പുഞ്ചിരി പതിയെ മങ്ങി. പ്രവർത്തിക്കുന്നതൊന്ന്, നിന്റെ മനസ്സിൽ മറ്റൊന്ന്. എൻ്റെ മുന്നിൽ അഭിനയിക്കുകയല്ലേ അവിക നീ? അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളിൽ തന്നെ തറഞ്ഞു നിന്നു. ആണ്, എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നീ എൻ്റെ മുന്നിൽ അഭിനയിക്കുക. അവിക ഒന്നും മിണ്ടിയില്ല. എനിക്ക് സ്നേഹം വാരിക്കോരി തന്ന് എൻ്റെ മനസ്സ് കീഴടക്കി എൻ്റെ രഹസ്യങ്ങൾ ഓരോന്നായി ചോർത്തി. യുവയുടെ ശബ്ദം പതിയെ ഗൗരവമായി. എന്നിട്ട് അതെല്ലാം നിന്റെ അച്ഛനോട് പറഞ്ഞ് അടുത്ത നിമിഷം എന്നെ ഇവിടെ നിന്ന് പുറത്താക്കണം, അതല്ല നിന്റെ ഉദ്ദേശം? ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിലേക്ക് നേരെ കുത്തിയിറങ്ങി. അവയുടെ കണ്ണുകൾ ഒരു നിമിഷം വലുതായി. ഇതൊക്കെ ഇവൻ എങ്ങനെ അറിഞ്ഞു? അവളുടെ മുഖത്ത് തെളിഞ്ഞ ഞെട്ടൽ യുവയിൽ നിന്ന് മറക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അവൾ പതുക്കെ അവൻ്റെ മേൽ നിന്ന് അകന്നു മാറി. എത്രയും നേരം അവകാശത്തോടെ സംസാരിച്ചിരുന്ന അവളുടെ ചുണ്ടുകൾ ഇപ്പോൾ പൂട്ടപ്പെട്ടിരുന്നു. യുവ അവളെ നോക്കിക്കിടന്നു. അവളുടെ നിശബ്ദത തന്നെ അവൻ്റെ സംശയത്തിന് മറുപടിയാകുന്നത് പോലെ തോന്നി. പക്ഷേ അവികയ്ക്ക് ഒരക്ഷരം പോലും പറയാൻ കഴിഞ്ഞില്ല. അവികയുടെ മൗനം കണ്ടതും യുവയുടെ ചിരി പതുക്കെ മാഞ്ഞു. എന്താ, ഒന്നും പറയാനില്ല നിനക്ക്? അവൾ അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന കുസൃതിയൊന്നും ഇല്ലായിരുന്നു. പകരം പിടിക്കപ്പെട്ടു പോയ ഒരാളുടെ അമ്പരപ്പായിരുന്നു. അവൻ പതുക്കെ അവളിൽ നിന്ന് അകന്നു മാറി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നടന്നു. വാതിലിനരികിലെത്തിയപ്പോൾ എന്തോ ഓർത്തതുപോലെ അവൻ പെട്ടെന്ന് നിന്നു. പതിയെ അവൻ തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ ദേഷ്യമുണ്ടായിരുന്നില്ല. പകരം
ആഴത്തിൽ മറച്ചു വെച്ച വേദനയായിരുന്നു. സോറി, സോറി ഫോർ എവറിത്തിങ്. അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. ഇനി ഈ അഭിനയം കൊണ്ട് എൻ്റെ മുന്നിൽ വരരുത് അവിക. ഒരു നിമിഷം അവൻ അവളെ നോക്കി നിന്നു. വന്ന ഞാൻ അറിയാതെ നിന്നെ സ്നേഹിച്ചു പോവും. അവികയുടെ കണ്ണുകൾ നിറഞ്ഞു. യുവ പതിയെ നോട്ടം താഴ്ത്തി. സ്നേഹിക്കാൻ ആരുമില്ലാത്തവരുടെ വേദന അത് നിനക്കറിയില്ല അവിക. അവൻ്റെ ചുണ്ടിൽ വേദന കലർന്നൊരു പുഞ്ചിരി തെളിഞ്ഞു. അതുകൊണ്ടാ നീ അഭിനയിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ നിന്നെ അകറ്റി നിർത്താതിരുന്നത്. അവൻ വീണ്ടും തിരിഞ്ഞു നടന്നു. പക്ഷെ അവൻ്റെ ഓരോ വാക്കും അവികയുടെ ഹൃദയത്തിൽ ഒന്നിനു പുറകെ ഒന്നായി പതിഞ്ഞുകൊണ്ടിരുന്നു. അവൻ വാതിലിൻ്റെ അരികിലെത്തുമ്പോഴേക്കും അവളുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പതിച്ചു. അവൻ തന്നെ സ്നേഹിച്ചു പോയെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. പക്ഷെ താൻ അവനെ വേദനിപ്പിച്ചു എന്ന സത്യം അതിനേക്കാൾ അവളെ വേദനിപ്പിക്കുന്നതായിരുന്നു. യുവി. അവൻ മുന്നോട്ട് നടക്കാനൊരുങ്ങവേ അവൾ പതുക്കെ വിളിച്ചു, ഞാൻ. പക്ഷെ യുവ കേൾക്കാൻ കൂട്ടാക്കിയില്ല. അവൻ വേഗം പുറത്തേക്ക് നടന്നു. വന്നതിലും ബുദ്ധിമുട്ടായിരുന്നു യുവക്ക് തിരിച്ചു പോവാൻ. ഒടുവിൽ എങ്ങനെയൊക്കെയോ അവൻ ബംഗ്ലാവിൻ്റെ മുൻവശത്തെത്തി. ഇതേ സമയം വിഷയും ബാക്കി ഗാർഡ്സും അപ്പോഴും ഇല്ലാത്ത പാമ്പിനെ തപ്പുന്നുണ്ട്. ആ നേരത്താണ് യുവ അങ്ങോട്ട് വന്നത്. എന്നാൽ പിന്നെ നിങ്ങളുടെ അന്വേഷണം നടക്കട്ടെ, സൂക്ഷിക്കണേ, വലിയതോ പാമ്പാ എന്നും പറഞ്ഞ് അർജുൻ യുവയുടെ പിന്നാലെ നടന്നു. മുകളിലേക്ക് നടക്കുമ്പോൾ അർജുൻ യുവയുടെ മുഖം ശ്രദ്ധിച്ചു. പോയ കാര്യം എന്തായി? നീ എത്തുമ്പോഴേക്കും ഓഫർ കഴിഞ്ഞില്ലല്ലോ അല്ലേ? ഇല്ല, കഴിഞ്ഞിരുന്നില്ല. ഒരു പക്ഷേ ഇതവൾ എനിക്ക് തരുന്ന ആദ്യത്തെയും അവസാനത്തെയും ഉമ്മയായിരിക്കും. അതും പറഞ്ഞവൻ മുകളിലേക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ അർജുൻ അവൻ്റെ പോക്ക് നോക്കി നിന്നു. ആ രാത്രിയിൽ ഇരുവർക്കും ഉറക്കം വന്നില്ല. മുറിയിലെ ലൈറ്റ് അടച്ചിട്ടും അവിക കണ്ണുകൾ അടച്ചില്ല. യുവ പോയ വാതിലിലേക്ക് തന്നെ നോക്കി അവൾ കുറച്ചു നേരം അനങ്ങാതെയിരുന്നു. അവൻ പറഞ്ഞ അവസാന വാക്കുകൾ വീണ്ടും വീണ്ടും അവളുടെ കാതുകളിൽ മുഴങ്ങി. ഇനി അഭിനയം കൊണ്ട് എൻ്റെ അരികിൽ വരരുത്. അവളുടെ നെഞ്ചിൽ എന്തോ കുത്തി ഇറങ്ങുന്നത് പോലെ തോന്നി. യുവി. അറിയാതെ അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ പേര് പതിഞ്ഞു. അവൾ പതുക്കെ ബെഡിലേക്ക് ചാരിയിരുന്നു. കുറച്ചു നേരം മുൻപ് ഇതേ മുറിയിൽ അവൻ്റെ കണ്ണുകളിൽ കണ്ടിരുന്ന പ്രണയം, അവൻ്റെ കുസൃതി ചിരി, അവൻ്റെ ശബ്ദം എല്ലാം അവളുടെ മനസ്സിൽ വീണ്ടും തെളിഞ്ഞു. അവളുടെ കൈ അറിയാതെ സ്വന്തം ചുണ്ടുകളിലേക്ക് നീങ്ങി. അവൾ തന്നെയായിരുന്നു അവനെ ചുംബിച്ചത്. ആദ്യമായി, ഒരു മടിയുമില്ലാതെ. കാരണം ആ നിമിഷം അവളുടെ മനസ്സിൽ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവൻ എൻ്റേതാണ്. പക്ഷെ ഇപ്പോൾ അവൻ തന്നോട് സംസാരിക്കാൻ പോലും തയ്യാറായില്ല. അവിക കണ്ണുകൾ മുറുകെ അടച്ചു. ഞാൻ അഭിനയിച്ചതല്ല യുവി. അവളുടെ ശബ്ദം മുറിയിൽ നേർത്തതായി അലിഞ്ഞുപോയി. നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതും നിന്നെ ചുംബിച്ചതും നിന്നോട് അടുക്കാൻ തോന്നിയതും ഒന്നും അഭിനയമായിരുന്നില്ല. അവളുടെ കണ്ണിൻ്റെ കോണിൽ ഒരു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞു. മുകളിലെ മുറിയിലെത്തിയിട്ടും യുവക്ക് മനസ്സിനൊരു സമാധാനവും ഇല്ലായിരുന്നു. അർജുനോട് പറഞ്ഞ ഒരുപക്ഷെ ഇതെൻ്റെ അവൾ എനിക്ക് തരുന്ന ആദ്യത്തെയും അവസാനത്തെയും ഉമ്മയായിരിക്കും എന്ന വാക്കുകൾ തന്നെ അവൻ്റെ മനസ്സിൽ വീണ്ടും മുഴങ്ങി. അവൻ ബെഡിൽ കിടന്നു. പക്ഷേ കണ്ണുകൾ അടച്ചാൽ അവികയുടെ മുഖം മാത്രം. അവളുടെ കുസൃതി ചിരി, അവളുടെ നാണം, അവൻ്റെ ഷർട്ടിൽ ഇറുകെ പിടിച്ച വിരലുകൾ, പിന്നെ അവൾ തന്നെയായി അവൻ്റെ അടുത്തേക്ക് വന്ന് നൽകിയ ആ ചുംബനം. യുവ അറിയാതെ തൻ്റെ ചുണ്ടിൽ കൈവച്ചു. ഒരു ചെറുപുഞ്ചിരി അവൻ്റെ മുഖത്ത് തെളിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഒരു 11 മണി നേരത്താണ് അർജുൻ എങ്ങോട്ടോ പോവാൻ വേണ്ടി റെഡിയാവുന്നത് യുവ കാണുന്നത്. നീ ഇതെങ്ങോട്ടാ? എടാ, ഒന്നും പറയണ്ട, ദേവും അഞ്ജുവും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടെന്ന് ഇപ്പോൾ വിളിച്ചിരുന്നു. നാളെ അഞ്ജുവിന് ഇവിടെ ഏതോ ഒരു കൂട്ടുകാരിയുടെ കല്യാണം ഉണ്ടെന്ന്. ഇങ്ങോട്ട് വരുന്ന വിവരം എൻ്റെ അനിയത്തി കുരുപ്പേ, ദേ ഇവിടുത്തെ ആ കുരുപ്പില്ലേ അവിക, അവളെ വിളിച്ച് പറഞ്ഞിരുന്നു. അവരൊക്കെ ഇപ്പോൾ ഒറ്റക്കെട്ടാ. അവളുടെ വായിൽ നിന്നും സത്യങ്ങളൊന്നും വീഴാതിരുന്നാൽ മതിയായിരുന്നു. വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ഈ കുരുപ്പ് മറ്റേ കുരുപ്പിനോട് പറഞ്ഞത്രേ ഇങ്ങോട്ട് പോരാൻ. അത് കേൾക്കേണ്ട താമസം ആ 2 കുരുപ്പും അമ്മയെ അപ്പച്ചിയുടെ കൂടെ ആക്കി ഇന്ന് വെളുപ്പിനുള്ള ട്രെയിനിൽ ഇങ്ങോട്ട് കെട്ടിയൊരുങ്ങി പോന്നു. എടാ, എന്നോട് വരുന്ന വിവരം പോലും പറഞ്ഞില്ല. പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ലെന്ന് അവർക്കറിയായിരുന്നു. അർജുൻ, നീ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പോവാണോ? പിന്നെ എന്ത് ചെയ്യാനാ? ഒരു ദിവസം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നാളെ അവരെ പറഞ്ഞു വിടാം. ഞാൻ ഇന്ന് നിന്റെ മുറിയിൽ കിടന്നോളാം. യുവ ഒന്ന് അമർത്തി മൂളി. എന്നാൽ പിന്നെ ഞാൻ അവരെ കൂട്ടിയിട്ട് വരാം. അർജുൻ നേർത്തൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അതിനിടയിൽ അവൻ മുന്നിലെ കണ്ണാടിയെ നോക്കി മുടിയൊക്കെ ഒതുക്കുന്നുണ്ട്. ഓ, അഞ്ജന കൂടെയുള്ളത് കൊണ്ടാവും.
നിനക്ക് ഇത്രയും ഉത്സാഹം? എന്തോ കേട്ടില്ല. സാർ ഇന്നലെ ഉമ്മ വാങ്ങിക്കാൻ പോകുമ്പോൾ ഇതിനേക്കാൾ ഉത്സാഹമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ വല്ലതും പറഞ്ഞോ? ശരിക്കും അവള് നിനക്ക് എവിടേക്കാ ഉമ്മ തന്നെ? അത് കേട്ടതും യുവ തൻ്റെ ചുണ്ടൊന്ന് തടവി. ഈശ്വര ഭഗവാനെ, ചെക്കൻ പിഴച്ചു. 2, 3, 5 വർഷമായി ഞാൻ അഞ്ജുവിനെ പ്രേമിക്കുന്നു. എന്നിട്ട് നമുക്കിതുവരെ ഫ്രഞ്ചൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയില്ലെന്താ, നീ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടല്ലോ. യുവ പുച്ഛിച്ചു. എന്നാ ഞാൻ പോയി വരാം. ചമ്മൽ മറച്ചു പിടിച്ചുകൊണ്ട് അർജുൻ താഴേക്ക് നടന്നു. ഇതേ സമയം അവയുടെ മുറിയിൽ ദേവ് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ആദി രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി വന്നത്. ആദി കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തൻ്റെ മുടിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, എന്താ മോൻ്റെ ഉദ്ദേശം? എന്തുദ്ദേശം? നീ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇത്രയും നാളില്ലാത്ത നിൻ്റെ ഒരുക്കം കണ്ട് ചോദിച്ചതാണേ. നിനക്ക് എന്താടി ഞാൻ ഒരുങ്ങിയ? നിൻ്റെ യൂയി മാത്രം സ്റ്റൈലായി നടന്നാൽ മതിയോ? നമ്മളൊന്ന് വിലസിട്ടടി. എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിൻ്റെ ഈ ഒരുക്കത്തിന് പിന്നിൽ ദേവുവിൻ്റെ മേലെ നിനക്കൊരു കണ്ണുണ്ടെന്നേ. എനിക്ക് മനസ്സിലായി. എൻ്റെ ഈ ഒരു കണ്ണല്ല, എൻ്റെ ഈ 2 കണ്ണും ദേവുവിൻ്റെ മേലെയായിരിക്കും. എന്താ, നിനക്ക് കുഴപ്പമുണ്ടോ? അപ്പോൾ നിൻ്റെ അമ്മു? അമ്മു കുമ്മു അവി നിനക്കിഷ്ടമില്ലാത്ത ഒരു റിലേഷനും എനിക്ക് വേണ്ട. എനിക്ക് വലുത് നിൻ്റെ സന്തോഷാടി, നിൻ്റെ സന്തോഷം. ആദ്യ ഒരു പ്രത്യേക ഈണത്തിൽ പറഞ്ഞു. ആദ്യയുടെ പറച്ചിൽ കേട്ട അവി ഒരു നിമിഷം വാ പൊളിച്ചു നിന്നു. അല്ലടി, എന്താ നിന്റെ മുഖത്തൊരു വാട്ടം? ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കുന്നു. എന്താടി കാര്യം? ആദി, നീ യുവയോട് ഞാൻ അവനെ പ്രേമിക്കുന്നത് പോലെ അഭിനയിക്കുകയാണെന്ന കാര്യം പറഞ്ഞായിരുന്നു. പിന്നെ ഞാനെങ്ങും പറഞ്ഞില്ല. ഞാനത് പറയോ? അപ്പോൾ പിന്നെ അവൻ എങ്ങനെ ഇതറിഞ്ഞു? എന്തറിഞ്ഞെന്നാ നീ പറയുന്നേ? എടാ, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യമില്ലേ, അവൻ ഇന്നലെ എൻ്റെ മുഖത്ത് നോക്കി വള്ളിപ്പുള്ളി വിടാതെ പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ ഞാൻ സ്വാഭാവികമായും നിന്നെ സംശയിക്കില്ലേ? അത് സംശയിക്കബിളാണ്. പക്ഷേ ഞാൻ നിന്നോട് അങ്ങനെ ചെയ്യുമോ? നീ എൻ്റെ ക്രൈം പാർട്ട്ണർ അല്ലേടി. അപ്പോൾ പിന്നെ അവനെങ്ങനെ ഇതറിഞ്ഞു? അവി ചിന്തിച്ചു. ശരിയാ, എങ്ങനെ അറിഞ്ഞു? സംതിങ് ഫിഷി എന്നും പറഞ്ഞ് ആദി സോഫയിലിരുന്നു. എടാ ആദി, എന്താടി? നിനക്ക് എടാ, എനിക്കവനെ ശരിക്കും ഇഷ്ടമാണോ എന്നൊരു സംശയം. ഇന്നലെ രാത്രി അവൻ എന്നോട് പറഞ്ഞതൊക്കെയും കേട്ടപ്പോൾ എനിക്കെന്തോ. ഇന്നലെ രാത്രി അവൻ നിന്നോട് എന്ത് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു? അതൊക്കെയും നീ എന്തിനാ അറിയുന്നേ? പക്ഷെ ഇന്നലെ രാത്രി മുതൽ എനിക്കൊരു മനസ്സമാധാനവും ഇല്ലടാ. എടാ, അഭിനയം കാര്യമായെന്നാ തോന്നുന്നേ. അതിനാരഭിനയിച്ചു? നീ ജീവിക്കുകയായിരുന്നില്ലേ? എനിക്കപ്പോഴേ അറിയായിരുന്നു ഇത് ഇങ്ങനെയൊക്കെ ആവുള്ളൂ എന്ന്. എടാ, ഇനി എന്തു ചെയ്യും? എന്ത് ചെയ്യാൻ? നീ ഇപ്പം എന്നോട് പറഞ്ഞതൊക്കെ അവിടെ പോയി പറ. അഭിനയിച്ച് അഭിനയത്തിനൊടുവിൽ എനിക്ക് കുട്ടിശങ്കരനോട് പ്രേമാണെന്ന്. അല്ല പിന്നെ. അപ്പോൾ ഞാൻ പോണു. അർജുൻ ബ്രോ താഴെ എത്തുന്നതിന് മുൻപ് അങ്ങോട്ട് എത്തിയില്ലേ അങ്ങേര് ഒറ്റയ്ക്ക് പോയി കളയും. ദേവുവിനൊരു സർപ്രൈസ് ആയിക്കോട്ടെ അല്ലേ? ഷോ, ഞാനിന്നൊരു കലക്കും എൻ്റെ അവ്യലേ. ആദി കൂളിംഗ് ഗ്ലാസും വെച്ച് താഴേക്ക് നടന്നു. ഇതേ സമയം യുവ ബാൽക്കണിയിലിരുന്ന് ഇയർബഡ്സ് വഴി ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം അവൻ്റെ മുഖത്ത് നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അതേ നേരത്ത് തന്നെയാണ് അവി തൻ്റെ ബാൽക്കണിയിലേക്ക് വരുന്നതും. അവളെ കണ്ടതും യുവ ഇയർബഡ്സ് ഊരി അവൾ ശ്രദ്ധിക്കാതെ അകത്തേക്ക് നടന്നതും അവയുടെ മുഖം വാടി. ദുഷ്ടൻ, ഇന്നലെ എൻ്റെ ഉമ്മയും വാങ്ങി ഇന്ന് ജാട ഇറക്കുന്നത് കണ്ടില്ലേ? എന്നാൽ ഞാനും ജാട ഇറക്കും. ഇനി ഞാൻ അങ്ങോട്ട് ചെല്ലില്ല. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരട്ടെ. അല്ല, ഇയാളെന്തിനാ ഏത് നേരവും ഈ കുന്ത്രാണം ചെവി വെച്ച് ഇങ്ങനെ ബാൽക്കണിയിൽ വന്നിരിക്കുന്നത്? അതിലെന്തായി പത്രം മാത്രമുള്ള? ആ മുഖഭാവം കണ്ടിട്ട് പാട്ട് കേൾക്കാണെന്ന് തോന്നുന്നില്ല. എന്തായാലും അതൊന്നറിയണല്ലോ. കീ കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് ചെന്നാലോ? വേണ്ട. എന്തായാലും ദേവു അഞ്ജു വരുമല്ലോ, അപ്പോൾ ചെല്ലാം. നാളെ മുതൽ എൻ്റെ ബോഡി ഗാർഡായി എൻ്റെ കൂടെ തന്നെ കാണുമല്ലോ. എനിക്കറിയാം ഇനി എന്ത് വേണമെന്ന്. അവയുടെ മുഖത്ത് നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ഇതേ സമയം താഴെ എത്തിയ അർജുൻ ആദ്യം കണ്ടതും ഇവനെന്തിനാ രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി വന്നത് എന്ന പോലെ നോക്കി. ഹായ് അർജുൻ ബ്രോ, വണ്ടി റെഡിയാ, എന്നാ നമുക്ക് പോയാലോ? എങ്ങോട്ട്? എന്താ ബ്രോ ഇതൊന്നും അറിയാത്ത പോലെ? ദേവുവിനെ പിക്ക് ചെയ്യാൻ. അല്ല, ദേവുവിനെയും അഞ്ജുവിനെയും പിക്ക് ചെയ്യാൻ. നമുക്ക് പോകണ്ടേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ അവികയുടെ വണ്ടി എടുത്തോളാം. അവയുടെ വണ്ടി തന്നെയാണ് നമ്മൾ പോണേ.
വണ്ടി ഓടിക്കാൻ അവി എന്നെയാ വിട്ടെ. എന്നാ നമുക്ക് പോയാലോ ബ്രോ? ഇവനെ ഞാനിന്ന് എന്നും മനസ്സിൽ പറഞ്ഞ അർജുൻ ആദ്യം നോക്കിയൊന്ന് ചിരിച്ചെന്ന് വരുത്തി. ശരി, എന്നാ പോവാം. ഉള്ളിൽ പ്രാഗിക്കൊണ്ട് അർജുൻ മുന്നോട്ട് നടന്നു. അവരെ കുറച്ച് ദിവസം അവിടെ കാണുമായിരിക്കും അല്ലേ? മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ആദി ചോദിച്ചു. ഏയ്, അവർ നാളെ തന്നെ പോവില്ലേ? പോയില്ലേ, ഞാൻ പറഞ്ഞയക്കും. അതിനിടയിൽ അർജുൻ മനസ്സിൽ പറഞ്ഞു. നാളെ അവരിവിടെ നിന്ന് പോകുന്നേ, എനിക്കൊന്ന് കാണണം. അവരെവിടെ കുറച്ച് ദിവസം പിടിച്ചു നിർത്താനുള്ള ഐഡിയൊക്കെയും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആരാ മോൻ? മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ആദ്യം മനസ്സിൽ പറഞ്ഞു. ഇതേ സമയത്താണ് വിക്രമിന്റെ ബംഗ്ലാവിന്റെ മുറ്റത്തേക്ക് ഒരു ആഡംബര കാർ വന്നു നിൽക്കുന്നത്. അതിൽ നിന്നും ഒരു സുന്ദരനായ യുവാവ് ഇറങ്ങി അകത്തേക്ക് നടന്നു. അയാളെ കണ്ടതും വിക്രം റാത്തോർ അയാളെ സ്നേഹത്തോട് ചേർത്ത് അകത്തേക്ക് സ്വീകരിച്ചു.